പോത്തേട്ടൻ ബ്രില്യൻസ് അടുത്തിടെ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാക്കാണിത്. ദിലീഷ് പോത്തൻ സംവിധാനം നിർവഹിച്ച മഹേഷിന്റെ പ്രതികാരം റിലീസായി 1 വർഷം തികയുമ്പോഴും പോത്തേട്ടൻ ബ്രില്യൻസ് കണ്ടെത്തലുകൾ അവസാനിച്ചിട്ടില്ല. മഹേഷിന്റെ പ്രതികാരത്തിൽ ബേബി ചേട്ടനും മഹേഷും കൂടെ ഊണ് കഴിക്കുന്ന രംഗം സിനിമ കണ്ടവരാരും മറന്നു കാണില്ല. അവർ ഊണ് കഴിക്കുമ്പോൾ അടുത്ത് കിടന്ന കസേരയിൽ ബേബി എന്നെഴുതിയിരിക്കുന്നതിലെ കൗതുകമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുന്നത്. കസേരയിൽ ബേബി എന്നെഴുതിയിരിക്കുന്നതിൽ നിന്ന് തന്നെ ബേബി ആർട്സ് എന്ന സ്ഥാപനത്തിന്റെയും ബേബി ചേട്ടന്റെയും പഴക്കം മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ആധികാരികമായി സിനിമയെ സമീപിച്ച മറ്റൊരു സംവിധായകനും കാണില്ല. ഒപ്പം ആർട്സ് ഡയറക്ടർ അജയനും പ്രശംസ അറിയിക്കുന്നു. സാധാരണ ഒരു സിനിമ ഇറങ്ങിയാൽ നിരൂപകർ അതിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ദിലീഷ് പോത്തന്റെ ഈ സിനിമയിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ആൾക്കാരെ വിസ്മയിപ്പിക്കുന്നതാണ്. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ നമുക്ക് ലഭിച്ചത് ചില്ലറ മുതലിനെ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചെറിയ കാര്യങ്ങൾ ഓരോന്നും. പുതിയ സിനിമയായ ദൃക്സാക്ഷിയും തൊണ്ടിമുതലും എന്ന സിനിമയുടെ തിരക്കിലാണ് ഇപ്പോൾ ദിലീഷ് പോത്തൻ. ഫഹദ് ഫാസിലാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. ദിലീഷ് പോത്തന്റെ രണ്ടാമത്തെ ചിത്രം എന്ന നിലയിൽ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് സിനിമ സമ്മാനിക്കുന്നത്. ദിലീഷ് പോത്തന് എല്ലാവിധ ആശംസകളും നേരുന്നു.